പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണകളും മനോണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. OBS ഫോറം, ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം, 192 എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 58-ാം തിരുവചനം. ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സത്യം ചെയ്ത് കൽപ്പിച്ച തിരുവചനം ആകുന്നു. ഈ വചനത്തിൻ്റെ പ്രായോഗികതയാണ് നാം ഈ എപ്പിസോഡിലൂടെ പഠന വിധേയമാക്കുന്നത്. എൻ്റെ അന്വേഷണ വഴിയിൽ മനുഷ്യൻ്റെ ജനന മരണങ്ങൾ പഠന വിഷയമാക്കിയുണ്ടായി. ഒരു വിശ്വാസിക്ക് 4 ജനനവും 2 മരണവും ഉണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ജനനം ഒരു വ്യക്തി അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്ന സമയമായിട്ടാണ് കണക്കാക്കുന്നത്. രണ്ടാമത്തെ ജനനം മനുഷ്യൻ ഭൂമിയിൽ പിറക്കുന്ന സമയമാണ്. എല്ലാവരും ജനന ദിവസമായി ഇതിനെ അത്രേ കണക്കാക്കുന്നത്. എന്നാൽ ജ്യോതിഷന്മാർ ഒരു വ്യക്തി അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയം കണക്കുകൂട്ടി ശരിയായ ജന്മദിനം അതാണ് എന്ന് തീരുമാനിക്കുന്നു. മൂന്നാമത്തെ ജനനം വീണ്ടും ജനനമാകുന്നു. ഇത് വെള്ളത്തിലും ആത്മാവിലും കൂടിയുള്ള ജനനമാകുന്നു. നിക്കോദീമോസിനോട് കർത്താവ് കൽപ്പിച്ച വചനം അനുസരിച്ച് അത് വീണ്ടും ജനനവും ആകുന്നു. ഈ ജനനം ഒരു വിശ്വാസിക്ക് മാത്രം അവകാശപ്പെട്ടതും ആകുന്നു. നാലാമത്തെ ജനനം ഒരു വിശ്വാസി ശരീരത്തിൽ നിന്ന് വേർപെടുന്ന സമയമാണ്. ഇത് മരണമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഇത് ജന്മമാണെന്ന വസ്തുത നമ്മൾ ഗ്രഹിക്കാതെ പോയിരിക്കുന്നു. മനുഷ്യൻ്റെ ജീവിതചക്രം 3 ലോകങ്ങളിലൂടെ പൂർത്തിയാക്കപ്പെടുന്നു. ഒന്നാമത്തെ ലോകം അമ്മയുടെ ഗർഭപാത്രമാകുന്നു. അവിടെ നിന്നുള്ള വേർപാട് അല്ലെങ്കിൽ മരണമാണ് ഈ ഭൂമിയിലേക്കുള്ള 2-ാം ലോകത്തേക്കുള്ള ജനനം എന്ന് പറയുന്നത്. 2-ാം ലോകത്ത് നിന്ന് നിത്യലോകത്തിലേക്കുള്ള ജനനമാണ് ശരീരത്തിൽ നിന്നുള്ള വേർപാട്. ഇങ്ങനെ വിശ്വാസിക്ക് 4 ജനനങ്ങൾ ആണ് ഉള്ളത്. 4 ജനനങ്ങൾ ഉള്ള ഒരു വിശ്വാസി 2 വട്ടം മാത്രമാണ് മരിക്കുന്നത്. 1-ാം ലോകത്തോട് യാത്ര പറയുന്ന വേർപാട്, അതായത് അമ്മയുടെ ഉദരത്തിൽ നിന്നുള്ള വേർപാട് 1-ാം മരണം. 2-ാം മരണം 2-ാം ലോകമാകുന്ന ഭൂമിയിൽ നിന്ന് 3-ാം ലോകമാകുന്ന നിത്യതയിലേക്കുള്ള വേർപാട് അല്ലെങ്കിൽ മരണം. ആകയാൽ വിശ്വാസിക്ക് 4 ജനനവും 2 മരണവും നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ട് മരണത്തെ അതിജീവിച്ച് ജനനം വിജയിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു. ഇതാണ് മരണം കണ്ടെത്തുകയില്ല എന്ന കർത്തൃവചനത്തിൻ്റെ മർമ്മമായി നാം ഗ്രഹിക്കേണ്ടത്. ശ്രദ്ധിച്ച ഏവർക്കും നന്ദി. കഴിവുള്ളവർ എല്ലാവരും ഒന്ന് ഫോർവേഡ് ചെയ്ത് ഈ സന്ദേശം വിശ്വാസി സമൂഹങ്ങൾക്ക് എത്തിക്കുവാനായിട്ട് സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. തണ്ണിക്കോട്ടച്ചൻ.